3.81 കോടി യാത്രകളാണ് നടന്നത്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. പരിസ്ഥിതിയിലും ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും അത് രസകരമായിട്ട് കൗതുകരമായിട്ട് തോന്നും. നമ്മുടെ വണ്ടികൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 1000 പാസഞ്ചറിന് 504 കിലോഗ്രാം ആയിരുന്നു. എന്നാൽ അത് 404 കിലോഗ്രാമായിട്ട് കുറഞ്ഞു. വളരെയധികം ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും അതൊക്കെ നമുക്കിനി മിറ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വലിയ പിന്തുണ നൽകി. ജനങ്ങളും അത് നല്ല രീതിയിൽ അതിനെ പിന്താങ്ങിയെന്ന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷം വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു സമീപനം, അതിനെ എതിർക്കുന്നതോ അതിനെ വേണ്ടാന്ന് പറയുന്നതുമായിട്ടുള്ള, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളതിൽ പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾക്ക് വളരെയധികം, രാഷ്ട്രീയം ഞാൻ പറയാണ്, വളരെ തൃപ്തിയാണുള്ളത്. KSRTCയിലൂടെ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രിയദർശിനി പദ്ധതി, ആ പദ്ധതി ഒരു വമ്പിച്ച വിജയമായി തീർന്നതിൻ്റെ പ്രധാനമായ കാരണം മാധ്യമങ്ങൾ ആ പദ്ധതിക്ക് നൽകിയ തുറന്ന പിന്തുണയാണ്. ഒരു മാസം പിന്നിടുമ്പോൾ, ഇന്നലെ ഒരു മാസം പിന്നിട്ടു, ഒരു മാസം പിന്നിടുമ്പോൾ ആ പ്രിയദർശിനി പദ്ധതി എവിടെ നിൽക്കുന്നുവെന്നും മാധ്യമങ്ങൾ ഇന്നലെ വളരെ ഭംഗിയായി ജനങ്ങളോട് എത്തിക്കുകയും അതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ പിന്തുണ നമ്മുടെ ഗതാഗത വകുപ്പിനും അതുപോലെ തന്നെ KSRTCക്കുമെല്ലാം തുടർന്നും നൽകണമെന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രിയദർശിനി പദ്ധതിയിൽ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. യാത്രക്കാരല്ല, യാത്ര. ഒരാൾ ഇതിന്റെ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ടാവും. ഫ്രീ ജേണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രീ ജേണീസ് 3.81 യാത്രകൾ നടന്നു. അത് നമ്മുടെ ജനസംഖ്യയെക്കാളും കൂടുതലാണ്. എങ്കിലും അതൊരു രസകരമായ ഒരു കണക്കാണ്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. 64% ആളുകളും ഇന്നിപ്പോൾ സ്ത്രീകളാണ്. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവറേജ് വാല്യൂ, ഒരു ടിക്കറ്റിന്റെ ആവറേജ് വാല്യൂ 21 രൂപയാണ്. ഇത്തരത്തിലുള്ള നിരവധി കണക്കുകളുണ്ട്. ഞാനെല്ലാം വിസ്തരിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് അത് പബ്ലിക് ഡൊമൈനിൽ നൽകാൻ സാധിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ നെറുകയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. സ്ത്രീകളുടെ വരുമാന വർധനവുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PhD ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ ചുമതലയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ
KSRTC സർവീസ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും തന്നെ ഞാൻ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പരിസ്ഥിതിയിലും ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും അത് രസകരമായിട്ട് കൗതുകകരമായിട്ട് തോന്നും. നമ്മുടെ വണ്ടികൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 1000 പാസഞ്ചറിന് 504 കിലോഗ്രാം ആയിരുന്നു. എന്നാൽ അത് 404 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞു. അപ്പൊ നമ്മൾ KSRTC ക്ലീനറായി എയർ പെർ ക്യാപിറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് ക്ഷമിക്കണം, കുറച്ചുകൂടെ ക്ലീൻ എയർ ആണ് നമ്മളിപ്പോ പെർ ക്യാപിറ്റ കൊടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതുകൊണ്ട്, ആളുകളെ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് CO2 കാർബൺ ഡൈ ഓക്സൈഡ് പെർ 1000 പാസഞ്ചേഴ്സ് 504 ആയിരുന്നു. അത് 404 100 കിലോഗ്രാം. അത് ഒരു സൈസബിൾ നമ്പറാണ്. അതുപോലെ തന്നെ പ്രിയദർശിനിയുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ 1 സ്റ്റാർ 2 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെ. അതിൽ 5 സ്റ്റാറുകൾ 11,572 ആണെങ്കിൽ 1 സ്റ്റാർ വെറും 1,227 മാത്രം. അത് നല്ലതാണെന്ന് പറഞ്ഞ ആളുകളിൽ തന്നെ 5 സ്റ്റാറിലും പ്രസ് ചെയ്തവരാണ് 1 സ്റ്റാറിൽ പ്രസ് ചെയ്തവരുടെ എത്രയോ കൂടുതൽ, അതായത് 10 ഇരട്ടി ആളുകൾ. 1 സ്റ്റാറിൽ പ്രസ് ചെയ്തതിന്റെ 10 ഇരട്ടി ആളുകൾ 5 സ്റ്റാറിലും പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം 2 സ്റ്റാറിൽ പ്രസ് ചെയ്തതൊക്കെ വളരെ കുറവാണ്. എന്തായാലും അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററുകളും പഠനത്തിന്റെ കാര്യമാണ്. ഞാനതെല്ലാം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യം ഉള്ള ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തരാൻ KSRTC എപ്പോഴും വില്ലിംഗ് ആയിരിക്കും. മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ മലക്കപ്പാറ, ചാലക്കുടിയിലുള്ള മലക്കപ്പാറ സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന സ്ഥലമല്ല, അത് ടൂറിസത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. അവിടെ 48% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പാസഞ്ചർ ഏതാണ്ട് പകുതിയിലധികം ആൾക്കാർ, 10 പേര് പോകുന്നത് 15 ആള് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അത് ബെനിഫിറ്റഡ് ആവുമല്ലോ, അവിടുത്തെ ലോക്കൽ പബ്ലിക്കിനും അത് ബെനിഫിറ്റഡ് ആവും. അപ്പൊ ഗവി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വനമാണ് ഗവി എന്ന് പറയുന്നത്. അവിടേക്ക് 30% ആളുകൾ കൂടുതൽ പോയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് 46% ആൾക്കാർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്മുടിയിലേക്ക് ഏതാണ്ട് 31% ആളുകൾ അധികം പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹിൽ സ്റ്റേഷനിലുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വളരെയധികം ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും അതൊക്കെ നമുക്കിനി മിറ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ആദ്യമുഖമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വലിയ പിന്തുണ നൽകി. ജനങ്ങളും അത് നല്ല രീതിയിൽ അതിനെ പിന്താങ്ങിയെന്ന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷം വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു സമീപനം, അതിനെ എതിർക്കുന്നതോ അതിനെ വേണ്ടാന്ന് പറയുന്നതുമായിട്ടുള്ള, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളതിൽ പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾക്ക് വളരെയധികം, രാഷ്ട്രീയം ഞാൻ പറയാണ്, വളരെ തൃപ്തിയാണുള്ളത്. അവരുടെ സംഘടനകളിൽ ചില സംഘടനകളൊക്കെ ഒരു ദിവസമൊക്കെ വനിതാ സംഘടനയൊക്കെ സമരം ചെയ്തെങ്കിൽ അത് ഒന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതെല്ലാം ക്ഷമിക്കണം, അതെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. നമ്മുടെ വാഹന, പ്രത്യേകിച്ചും KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നയങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒന്ന്, വികേന്ദ്രീകരിക്കുക, നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെയും മറ്റും കാര്യങ്ങൾ
വികേന്ദ്രീകരിക്കുക, മറ്റൊന്ന് ജനകീയവൽക്കരിക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം എന്നീ രണ്ട് ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഡിപ്പോകളിലും 94 ഡിപ്പോകളിൽ MLA-മാർ, അതാത് സ്ഥലത്തെ MLA-മാർ ചെയർമാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ആഴ്ച തന്നെ നിലവിൽ വരും. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടികളും ഓർഡറുകളുമായി കഴിഞ്ഞു. എല്ലാ നിയമസഭാ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്തെ കൗൺസിലറും അതിൽ അംഗമായിരിക്കും, പഞ്ചായത്താണെങ്കിൽ മെമ്പറായിരിക്കും. റവന്യൂ ലോസ് ഞങ്ങൾ കണക്കാക്കിയതിനോട് അടുത്ത് തന്നെയാണ് 60 കോടി ഒരു മാസത്തേക്ക് നമുക്ക് വേണം. ഇപ്പോൾ നമുക്ക് 600 കോടി ഇപ്പം നമുക്ക് ബജറ്ററി പ്രൊവിഷൻ വന്നു എന്നുള്ളതാണ് ഈ പ്രിയദർശിനി പരിപാടിയുടെ ഏറ്റവും കാതലായ ഭാഗം. കാരണം പലപ്പോഴും ഗവൺമെന്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പല കാര്യവും ചെയ്യാൻ പറയും. അവർ ചെയ്തു തുടങ്ങി അതിൻ്റെ ലോസൊക്കെ അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടി വരുന്ന ഭാരമൊക്കെ ചെന്ന് പറയുമ്പോൾ ധനകാര്യ വകുപ്പിൽ വളരെയധികം കാലതാമസം ഉണ്ടാവും. ബഹുമാനായ മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യമന്ത്രിയും കൂടെ ആയതിൽ വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് സഹായകരമായി നമുക്ക് 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷനുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചെടുത്താൽ മതി. മറ്റേത് കണക്ക് കൂട്ടി അപ്പോൾ ഫയൽ എഴുതി അത് എങ്ങനെയല്ല വേറെ തരത്തിലാണ് എഴുതേണ്ടിയിരുന്നത്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ സുഗമമായിട്ട് ആ പൈസ നമുക്ക് കിട്ടാൻ ബജറ്ററി പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് വളരെ സഹായകരമായി. രണ്ട് തരത്തിലത് കണക്ക് കൂട്ടാം. അത് നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, പിന്നെ ഇമാജിനറി നോക്കാം, എല്ലാവരും പൈസ തന്നിരുന്നെങ്കിൽ എത്രയാണ് എന്നുള്ള രണ്ട് തരത്തിൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സുകൾ കൂടുതൽ ഇടുന്നതിന് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ബസ്സിനൊരു കുറവുണ്ട്. ബസ് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയെങ്കിലും അത് പ്രോആക്റ്റീവായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോ MLA-മാര് അവരുടെ ഫണ്ടിൽ നിന്ന് ഓരോ ബസ് വാങ്ങിച്ചു തരണം എന്നുള്ളത് ആ നിയമം എനിക്ക് വരാൻ പോവുകയാണ്, അതിനുള്ള പ്രൊവിഷൻ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ ഞങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെയും നിയമങ്ങൾ നമ്മൾ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് അത് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് അത് കൂട്ടിയിടാൻ കഴിയും. പിന്നെ നമ്മുടെ ആളുകളും ഇപ്പോൾ ഒരു മാസം ആയല്ലോ, വളരെയധികം ഇടിച്ച് കയറരുത്. കണ്ടക്ടർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും കൂടെ ഞങ്ങളെ സഹായിക്കണം. ഒരുവിധം ആള് കയറിയാൽ വാതിലടയ്ക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാകണം. സ്റ്റെപ്പിലൊന്നും യാത്ര ചെയ്യരുത്. ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഒരു കർശനമാക്കുകയല്ല, എങ്കിലും ആദ്യത്തെ ഒരു ഉണർവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇല്ല കുറഞ്ഞു വരാത്തതിന്റെ കാരണം ഇത് ഉപയോഗിക്കുന്ന വലിയൊരു നമ്പർ ആളുകളും ജോലിക്ക് പോകുന്നവരാണ്. അല്ലെങ്കിൽ ജോലിക്ക് പോയി മടുപ്പുള്ള ജോലികൾ ചെയ്ത് ഒന്ന് പുറത്ത് പോകണം. ടൂറിസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എല്ലാ ദിവസവും മടുപ്പിക്കുന്ന ജോലിയിൽ നിന്നുള്ളൊരു ബ്രേക്ക്. അപ്പൊ ആ ബ്രേക്ക് എടുക്കുക എന്നുള്ളതും ഈ തൊഴിലിന്റെ ഭാഗമാണ്. വിനോദം എന്നുള്ളത് തൊഴിലിന്റെ ഭാഗമാണ്. 8 മണിക്കൂർ വിനോദം ഉണ്ട്, നമ്മളത് പറഞ്ഞിട്ടില്ല, ചെയ്യാറില്ല. 8 മണിക്കൂർ അധ്വാനത്തിന്റെ കൂടെ 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും ഉണ്ടല്ലോ മെയ് ദിനത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ വിനോദം എന്നുള്ളത് നമ്മുടെ അധ്വാനത്തിന്റെ കൂടെ ഭാഗമാണ്. അതും നമ്മൾ ഫ്രീ ആക്കിയിരിക്കുകയാണ് വിനോദവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന്റെ തുടക്കം കുറിച്ചു.
ഇപ്പം ഞങ്ങൾ ഈ മാസത്തിൻ്റെ തിരക്കിലായിരുന്നു എങ്കിലും പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ റേഡിയോ ഇതിനകത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല സെറ്റുകൾ ഇതിനകത്ത് കേൾപ്പിക്കുന്ന കാര്യങ്ങൾ, വാർത്തകൾ മാത്രമല്ല അതിൽ കൂടെ പരസ്യവും വരുമല്ലോ. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെറും സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പരസ്യം മാത്രമല്ല, നമുക്കൊരു മൂവി ആയിട്ടുള്ള പരസ്യത്തിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊരു ടെക്സ്റ്റ് ടൈം, നമുക്കതൊക്കെ ചെറുതിട്ട് എൻ്റർ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ആരോ ഒന്ന് ചോദിച്ചല്ലോ.